സാറും മാഡത്തിന്റെ മാഡം എന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഞാനൊരു മാഡായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താ? അല്ല, മാഡം ഒരു മാഡം ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നിർത്തല്ലേ, കുടിച്ചോ. കഴിച്ചാ? അതെ, ഇതും കൂടെ അടിച്ചോ. ഇത് ശരിക്കും 2 എണ്ണം അടിച്ചാലേ കറക്റ്റായിട്ട് ശരീരത്തിൽ പിടിക്കൂ. സർ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, മാഡം പിണങ്ങും. ഇതുകൂടെ കുടിച്ചോ, അപ്പോഴേ ജ്യൂസ് ശരിക്കും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. കുടിച്ചോ, നല്ലതാണ്. അയ്യോ, പിന്നെ നാച്ചുറൽ അല്ലേ, മാഡത്തിന്റെ സ്വന്തം കൂട്ടുകാരന്റെ സ്വന്തം മാമ്പഴമാണ്. കുടിച്ചോ. പോട്ടെന്ന് ഒറ്റയടിക്ക് പോട്ട്, അതാണ് അതിന്റെ ഒരു സുഖം. മാട മഴ കുറയും, കുടി. കൊള്ളാലേ? മാഡം എപ്പോ വരും? മാഡം ഇടവൊക്കെ വരും. അന്നേരം നല്ല ഇടിയും മഴയായിരിക്കും. എന്തി മിക്കവാറും ഇന്നിവിടെ പൂരപ്പുറമ്പാവുന്ന തോന്നുന്നത്. കാര്യങ്ങൾ അറിയാൻ HMനേക്കാൾ നല്ലത് ഇവരെ പോലുള്ള ആൾക്കാരാ. പക്ഷേ HM സ്ഥലത്തുണ്ടോന്ന് എങ്ങനെയെങ്കിലും അറിയണം. ടീച്ചറെ, ഈ ഓഫീസിൽ നമ്പറും തരാമോ? 0492. ഓ ശരി. ഇതാരപ്പ ഇതിലേക്കൊക്കെ വിളിക്കുന്നത്? ആരെങ്കിലും ഇതുപോലൊക്കെ തെറ്റി ഇതിലേക്ക് വിളിക്കുമ്പോഴാ ഇങ്ങനൊരു കുന്ത്രാണ്ട് ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഹലോ, ആരാ? HM ആണോ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അല്ല, ഇവിടുത്തെ പ്യൂണാ. അല്ല, എന്താ വേണ്ടത്? അല്ല, HMനൊന്ന് കാണാൻ വേണ്ടിയാ. എപ്പോഴാ വരികയെന്നറിയാൻ വേണ്ടിട്ട്. ഉച്ച വരെ HM ഇവിടെ ഇല്ല. ഒരു 2 മണിയാകുമ്പോ വന്നാ മതി. ശരി, ഞാനപ്പോ വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ പണി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാവശ്യവും ഇല്ലാത്ത കുറെ കോളുകൾ വരും. ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാരാണ് കൂടുതൽ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, വെറുതെ അങ്ങ് വിളിക്കുക. എന്താ? HM ഇല്ലേ? ഒരു 2 മണി കഴിയും വരാൻ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്പർ തരാം. പക്ഷെ കാര്യമൊന്നുമില്ല, മീറ്റിംഗിലായിരിക്കും. ഫോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അല്ല, എനിക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. എന്താ കാര്യം? അത് എൻ്റെ മകള് സത്യഭാമ ഈ സ്കൂളിലാണ് പഠിക്കണേ. അപ്പോൾ അവൾക്കൊരു കൂട്ടുകാരിയുണ്ടേ, പത്മിനി. അപ്പോൾ അവളും
എന്റെ മകള് ജനിച്ച ഡേറ്റിലാണോ ജനിച്ചതെന്ന് എനിക്കൊരു സംശയം. ഒരു ചെറിയ സംശയം. സംഭവം വേറൊന്നുമല്ല. ഈ പത്മിനി എന്ന് പറഞ്ഞ കുട്ടിക്ക് അവളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ, ഒരു സന്തോഷത്തിന്. കുട്ടികളല്ലേ, ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അതിപ്പോ രജിസ്റ്റർ ഒക്കെ നോക്കേണ്ടി വരും. അതൊന്ന് നോക്കണം. പക്ഷേ ഇച്ചിരി പാടാ. അതെ, പാടുമാറാ ഇത് മതി, അത് മതിയാവും. എന്നാ പിന്നെ ഞാൻ അത് കയ്യോടെ തന്നെ നോക്കട്ടെ. സാർ ഇച്ചിരി നേരം ഒന്ന് പുറത്തോട്ടിരിക്കെ, ആരെങ്കിലും കണ്ടുവന്നാ പ്രശ്നമാകും. അതുകൊണ്ടാ. ഒന്ന് വേഗായിക്കോട്ടെ. രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തോട്ടെ. പോക്കറ്റി സാറിന്റെ കാശ് കിടക്കുന്നത് കൊണ്ട് എനിക്കിനി ഒന്നും മിണ്ടാൻ പറ്റൂലല്ലോ. എടുത്തു. ഇതൊന്നും പിടിച്ചേ. ചേട്ടാ, പിന്നെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അത് തന്നെയാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ഇതിന്റെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. രണ്ടുപേരും ജനിച്ചിരിക്കുന്ന ഒരേ ദിവസമാണ്, ഒരേ സ്ഥലത്തുമാണ്. ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. ഹലോ, ഹലോ, എനിക്ക് ജഗദീപ്, ജഗദീപ്, ഇയാളിതെവിടെ പോയി കിടക്കുക? ഹലോ, എണീക്കാൻ. ഹലോ, മാഡം വന്നോ? നീയാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചത്? അതൊക്കെ ഞാൻ തന്നെ. എന്താ കാര്യം? കാരണം ഇതെന്താ ഇത്? എണീക്ക്, എണീക്ക് ജഗദീപ്. സുസു ഇവിടെ വന്നേ.
ഇവള് കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഡി, നീ കുടിച്ചിട്ടുണ്ടോ? ഹേ, ജഗതി ഇവിടെ വാ. ശിവനേ. ഇതെന്താ ഇങ്ങനെ? ആ, ഇവിടെ വന്നിട്ട് തലവിട്ടെന്നും പറഞ്ഞ അവിടെ ഇരിക്കുകയായിരുന്നു. ഇവള് മദ്യപിച്ചിട്ടുണ്ടോ? എനിക്കാന്ന് പറഞ്ഞൂടാ. ഇനി വരുന്ന വഴിക്കാണെന്നെങ്കിലും അടിച്ചോന്ന് പറഞ്ഞൂടാ. ഞാൻ ഒരു മാംഗോ ജ്യൂസ് കൊടുത്തത് അത്രേ ഉള്ളൂ. ആ, ഇവള് എന്തിനാ വന്നേന്ന് വല്ലതും പറഞ്ഞോ? ഇവിടെ എന്നെ ഹോസ്പിറ്റലിൽ നഴ്സാന്ന് പറഞ്ഞായിരുന്നു. വേറൊന്നും കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടാ. ശ്ശോ, ഇനിയിപ്പം ഏയ്, ഹലോ. അല്ല, അത് ഈ തലകറക്കം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കറക്കം മാറുമ്പോൾ എനിക്ക് നോക്കിക്കോളും. ഇനി കള്ളാണ് അതെന്നുണ്ടെങ്കിൽ മോരും വെള്ളം കലക്കി കുടിപ്പിക്കേണ്ടി വരും. എന്നാലും ഇവൾ എന്തിനായിരിക്കും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? ചിലപ്പോ വല്ല കിഡ്നി പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞ് കാശ് വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. ഏയ്, അതിനിങ്ങനെ കുടിച്ചിട്ടാണോ വരിക? ഒരു മിനിറ്റ്, ഇപ്പൊ നോക്കിട്ട്. ഏയ്, ജഗതി, എന്താ മണം ഉണ്ടാന്ന് നോക്കണ്ടേ? പിന്നെ ഇല്ല, മണമൊന്നുമില്ല. ഇനി ചിലപ്പോ ഈ പെണ്ണാണ് അസുഖമില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ കിടക്കട്ടെ. എഴുന്നേക്കും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ, ഒരു മിനിറ്റ്. തലയിലേ കുറച്ച് വെള്ളം ഒഴിച്ച് എഴുന്നേപ്പിച്ചേക്കണം. ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തേക്കരുത്. ആ, ഹലോ. ആ, പറഞ്ഞോ. അങ്ങനെ പറയാൻ വന്ന കാര്യം ഗോവിന്ദ. ഇത് കഴിഞ്ഞില്ലേ അമ്മേ? കുറെ നേരമായല്ലോ. നന്നായി വൃത്തിയാവണ്ടേ മോളെ? ഇനി കുറച്ചേരം അമ്മ മാറി നിൽക്കും, ഞാൻ ചെയ്യാം. ആ, വേണ്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. എല്ലാം ശാന്തയെ കൊണ്ട് ചെയ്യിക്കണ്ടല്ലോ എന്ന് കരുതി ചെയ്യുന്നത്. അവളോട് ചോദിച്ചാ അതും അവള് ചെയ്തോളാന്നേ പറയൂ. വിഷ്ണുവേട്ടൻ ഇന്നലെ സത്യയെ വിളിച്ചിരുന്നു. അത് വേറൊരു നമ്പറിൽ നിന്ന് ആളറിയിക്കാതെ. നിനക്ക് വിഷ്ണുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ചോദിച്ചു, പക്ഷേ വെള്ളം മോശമാണല്ലോ. ഞാനത് മാറ്റിക്കൊണ്ടുവരാം. ആ, 10 ഇല എടുത്താ ഒരെണ്ണം മോശമായിരിക്കും. മോശമായത് ഉള്ളി തിരികെ എണ്ണം കാണിക്കുകയും ചെയ്യും. വല്ലാത്ത ആൾക്കാര് തന്നെ. എന്താ മോനെ അവിടെ തന്നെ നിന്നത്? കേറി വാ. വാ മോൻ വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. മോൻ കേറിയിരിക്കേ, ഞാൻ ശാലിനിയെ വിളിക്കാം. വേണ്ട, തൽക്കാലം ഇതിന് ശാരദാമ്മ പറഞ്ഞാലും മതി. എന്താ മോനെ അറിയേണ്ടത്? പപ്പിയെ പ്രസവിച്ച അന്ന് തന്നെയാണോ സത്യം പ്രസവിച്ചത്? പറ ശാരദാമ്മയാണോന്ന്. അത് രണ്ടുപേരെയും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചെക്ക് ചെയ്തു. രണ്ടുപേരെയും പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് ശാരദാമ്മയ്ക്ക് ഓർമ്മ ആണല്ലോ.
അത് ജനിച്ച നാള് പ്രകാര, അതായത് ജന്മനാളോ ഡേറ്റ് ഓഫ് ബർത്തോ ഓരോ ദിവസമാണെന്ന്. അത് മോൻ കയറിയിരിക്കേ, ഞാൻ ചായ എടുക്കാം. ശാരദാമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളെന്നറിയാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള വഴിയാണ് ഈ ചായക്കുള്ള പരിപാടി എന്നും എനിക്കറിയാം. അത് പിന്നെ വിഷ്ണു, കുറഞ്ഞ പക്ഷം സത്യ ജനിച്ച ഹോസ്പിറ്റലിന്റെ പേരെങ്കിലും ഒന്ന് പറയാവോ? ഹോസ്പിറ്റല് പേരെനിക്ക് ഓർമ്മയില്ല. മേഴ്സി ഹോസ്പിറ്റലാണോ അതോ VKMോ? അത് മോനെ ഇവിടെയൊന്നും അല്ല. ശാലിനി IAS ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ച സത്യ പ്രസവിച്ചത്. എന്തിനാ ശാരദാമ്മ എന്നോട് ഇങ്ങനെ കള്ളം പറയണേ? ഞാനിപ്പോ സ്കൂളിൽ പോയിട്ട് സത്യയുടെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നേ. പപ്പി ജനിക്കുമ്പോ ശാലിനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെന്തിനാ ഇങ്ങനെ അന്യനെ പോലെ കാണുന്നേ? മോനെ, ഞാൻ എന്തെങ്കിലും ദ്രോഹം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാരും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഞാനായിട്ടുണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് എല്ലാവരും എന്നോട് കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാ. മോനെ, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? മോനെല്ലാം ശാലിനിയോട് എന്നെ ചോദിക്കേ. വേണ്ട, ശാരദാമ്മയ്ക്ക് അറിയാലോ ശാലിനി എന്റെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. അതിന് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. നഷ്ടപ്പെട്ടു പോയ എന്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഒരു കുടുംബം അതെനിക്ക് വേണ്ടേ, അവൾക്ക് വേണ്ടേ? മോനെ, ഞാൻ വീണ്ടും പറയുക, ശാലിനി സത്യ പ്രസവിച്ചത് നമ്മുടെ നാട്ടിൽ വെച്ചല്ല, അവൾ ട്രെയിനിങ്ങിന് പോയ സ്ഥലത്ത് വെച്ച. ഇത് എനിക്കറിയാവുന്ന കാര്യമാ. എന്ന് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ശ്യാമ പപ്പിയെ പ്രസവിച്ച ദിവസം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ശാരദാമ്മയോട് എന്റെ അമ്മ സത്യമ്മ എന്തിനാ ഈ മുറിയുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഒരു പരിചയക്കാരന്റെ മകളാണ് പ്രസവിച്ച് കിടക്കുന്നതെന്നാ ശാരദാമ്മ അന്ന് പറഞ്ഞേ. അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ശാരദാമ്മയ്ക്ക്? ശ്യാമ ഈ റൂമിൽ തന്നെയാണല്ലോ അല്ലേ? അതെ. ശാരദാമ്മ പിന്നെന്തിനാ അപ്പുറത്തെ റൂമിന്റെ മുന്നിൽ പോയി നിന്ന് കണ്ണീരൊഴുക്കുന്ന? എന്താ ഇവിടെ? നിങ്ങളോട് ചോദിച്ചത്. ആ പരിചയക്കാരന്റെ മകള് ശാലിനിയായിരുന്നോ? പറ ശാരദാമ്മ, ശാലിനിയായിരുന്നു? ശാരദാമ്മയ്ക്ക് മറുപടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അന്ന് കിടന്ന പരിചയക്കാരന്റെ മകളുടെ പേര് എന്ത് പറയണമെന്ന് മനസ്സിൽ പരതുന്നതായിരിക്കാം. എന്തായാലും ഇനി അധികകാലം എന്നെ വിഡ്ഢിയാക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. സത്യം ഞാൻ കണ്ടുപിടിച്ചോളാം. കാരണം എനിക്ക് എന്റെ ജീവിതം വലുത്. അതെനിക്ക് വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. മോനെ, വിഷ്ണു പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ. അവന്റെ മനസ്സിൽ സംശയമുണ്ട്.
അതവൻ തെളിയിക്കുക തന്നെ ചെയ്യും. ഇതൊരു തീയാ, എല്ലാം കത്തിച്ച് ഭസ്മമാക്കാൻ കഴിവുള്ള തീ.